നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആകാരം കൊണ്ട് മറ്റുള്ളവരെ വിലയിരുത്തുന്നത് എത്രത്തോളം അപമാനകരമാണ്? ഇന്നത്തെ ശുഭദിന ചിന്തയിലേക്ക്. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ, അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. ആനക്കുട്ടിക്ക് കൂട്ടുകാരുണ്ടായിരുന്നില്ല. കൂടെ കൂട്ടാമോ എന്ന് കുരങ്ങിനോട് ചോദിച്ചപ്പോൾ, നിനക്ക് എന്നെ പോലെ ഊഞ്ഞാലാടാൻ അറിയില്ലല്ലോ, അതിനാൽ എൻ്റെ കൂടെ കൂട്ടില്ല എന്ന് കുരങ്ങൻ മറുപടി പറഞ്ഞു. അടുത്ത ചോദ്യം മുയലിനോടായിരുന്നു. അപ്പോൾ മുയൽ പറഞ്ഞു, നിനക്ക് വലിപ്പക്കൂടുതലാണ്. തവളയോട് ചോദിച്ചപ്പോൾ തവള പറഞ്ഞു, നിനക്ക് എന്നെ പോലെ ചാടാനാകില്ല, അതുകൊണ്ട് കൂട്ടുകാരനാക്കാൻ പറ്റില്ല. നിരാശയിൽ നടക്കുന്നതിന് ഇടയിലാണ് മൃഗങ്ങളൊക്കെ പേടിച്ചിരണ്ട് ഓടുന്നത് കണ്ടത്. പിന്നാലെ ഒരു കടുവ വരുന്നു. കടുവയോട് തൻ്റെ കൂട്ടുകാരെ ഉപദ്രവിക്കരുതെന്ന് ആന പറഞ്ഞെങ്കിലും അതവഗണിച്ച് മുന്നോട്ട് പോയ കടുവയെ ആന തൊഴിച്ചു. ആനയുടെ തൊഴിയിൽ കടുവ ദൂരേക്ക് തെറിച്ചു വീണു. മൃഗങ്ങൾ ആനയോട് നന്ദി പറഞ്ഞു. നീ ഞങ്ങൾക്ക് പറ്റിയ ആളാണ്, ഇനി മുതൽ ഞങ്ങളെല്ലാവരും നിന്റെ ചങ്ങാതിമാരാണ്. ആകാരം കൊണ്ടുള്ള അളവാണ് ആളുകൾക്ക് നൽകുന്ന ഏറ്റവും വലിയ അപമാനം. സൗന്ദര്യ സങ്കല്പങ്ങളും ഇഷ്ടാനിഷ്ടങ്ങളും അളന്നുകൊണ്ട് അപരനെ വിലയിരുത്തുന്നവർക്ക് അവരുടെ ആത്മാവ് കാണാനോ അടിസ്ഥാന ഭാവം മനസ്സിലാക്കാനോ കഴിവില്ല. കണ്ടുമുട്ടുന്നവരിലെല്ലാം നന്മയും മികവുമുണ്ട്, പക്ഷേ അതെല്ലാം അപരിചിതരുടെ മുന്നിൽ അദൃശ്യവുമായിരിക്കും. എല്ലാവരും എന്തിനെയെങ്കിലും അനുയോജ്യരാണ്. ജന്മം കൊണ്ടും സാഹചര്യം കൊണ്ടും പല വിധത്തിലാകാം ഓരോരുത്തരുടെയും രൂപപ്പെടൽ. അത്തരം അനന്യതയെ ആദരിക്കാൻ ശീലിച്ചാൽ ആരും അവഹേളിതരാകില്ല. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.